സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ഹല്ലേലൂയ! ദൈവത്തിന് സ്തോത്രം. സുഖമായിരിക്കുന്നോ? എല്ലാ ദിവസവും സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കുന്നതിൽ കൂടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? ഇന്നലെ സുഖമായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ സുഖമല്ലായിരുന്നിരിക്കാം. എല്ലാ ദിവസവും ഒരുപോലെ നമുക്ക് ആയിരിക്കുകയില്ലല്ലോ. ഏതെങ്കിലുമൊക്കെ കഷ്ടതയും ബുദ്ധിമുട്ടും സാമ്പത്തിക പ്രശ്നവും രോഗമൊക്കെ നമ്മെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് നാം പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നത്, അതുപോലെ അവരുടെ വിവരങ്ങൾ അന്വേഷിച്ചിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്നെപ്പോലെയുള്ള ആളുകൾക്ക് എത്രയോ അത്യാവശ്യമായതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങളുടെ വിവരങ്ങൾ അന്വേഷിച്ചു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രീതിയിൽ ദൈവവചനവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ദൈവവചനം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ടി വിയിൽ കൂടിയാണോ കേൾക്കുന്നത്, അതോ യൂട്യൂബിൽ കൂടിയാണോ? പലതരത്തിലുള്ള ചാനലുകളിൽ കൂടിയും പലതരത്തിലുള്ള ഭാഷകളിൽ കൂടിയും അനേകരിലേക്ക് ദൈവവചനം എത്തിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഓരോ ദിവസവും ദൈവസന്നിധിയിൽ കാത്തിരുന്ന് അവൻ നൽകുന്ന സന്ദേശത്തെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ആത്മീയമായി ബലപ്പെടേണ്ടതിന്, ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതിന്, നിങ്ങൾക്ക് സൗഖ്യം നൽകേണ്ടതിന്, ബലം നൽകേണ്ടതിന് പ്രാർത്ഥനയോടുകൂടി സന്ദേശങ്ങളെ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു. നിങ്ങൾ കേൾക്കുന്ന വചനങ്ങളിലൂടെ നിങ്ങൾ ബലപ്പെടുന്നുണ്ട് എങ്കിൽ ആ വിവരങ്ങൾ ഒരു SMS കൂടിയോ ഇമെയിലിൽ കൂടിയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജിൽ കൂടിയോ അതുമല്ലെങ്കിൽ ഒരു കത്തയച്ചോ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ കൂടുതൽ സന്തോഷത്തോടുകൂടി അതുപോലെ കൂടുതൽ പ്രോത്സാഹനത്തോടു കൂടി ഈ ശുശ്രൂഷയെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഈ ദിവസം നമുക്ക് ദൈവവചനം കേൾക്കാം. യെശയ്യാവിന്റെ പുസ്തകം 50-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നു. ശ്രദ്ധിക്കുക. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ രാവിലെ തോറും എൻ്റെ ചെവിയെ ഉണർത്തുന്നു. ഈ ലോകത്ത് അനേകം ആളുകൾ തളർന്ന് പോകുന്നുണ്ട്, ബലഹീനരാകുന്നുണ്ട്, ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ നിരാശപ്പെട്ടു പോകുന്നു. ശരിയല്ലേ? ഈ അന്ത്യകാലത്ത് സ്നേഹവും സൗഹൃദവുമെല്ലാം ആളുകളിൽ നിന്ന് കുറഞ്ഞുപോയിരിക്കുന്നു. സ്വന്തം മാതാപിതാക്കളെ പോലും തള്ളിക്കളയുന്നതും അവരോട് എതിർത്ത് സംസാരിക്കുന്നതും അവരുടെ വാർദ്ധക്യകാലത്ത് അവരെ സംരക്ഷിക്കാതെ തള്ളിക്കളയുന്നത് സർവ്വസാധാരണമായിരിക്കുന്നു. വാർദ്ധക്യത്തിലുള്ള എത്രയോ ആളുകൾ ഇന്ന് രോഗക്കിടക്കയിൽ ആയിരിക്കുന്നവരുണ്ട്. ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാത്തവരായി സങ്കടത്തോടുകൂടി നിരാശയോടുകൂടി ആയിരിക്കുന്നവരുണ്ട്. മകളെ, നിന്നോടാണ് ദൈവം സംസാരിക്കുന്നത്. മകനെ, നിന്നോടാണ് ദൈവം വചനത്തിൽ കൂടി ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വ്യക്തികളും തന്നെ മറ്റുള്ളവർ ആശ്വസിപ്പിക്കണം എന്ന ആഗ്രഹത്തോടായിരിക്കുന്നു. എന്നാൽ ഞാൻ മറ്റുള്ളവർക്ക് ആശ്വാസമായി അനുഗ്രഹമായി തീരണമെന്ന ആഗ്രഹം അവരിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. ആരും എന്നെ സഹായിക്കുവാനില്ല, എന്നെ ആശ്വസിപ്പിക്കുവാൻ ഇല്ല, എന്നെ മനസ്സിലാക്കുവാൻ ആരുമില്ല എന്ന് പറയുന്നവർ അനേകം ആളുകളുണ്ടല്ലോ. എന്നാൽ ഞാൻ മറ്റുള്ളവരെ മനസ്സിലാക്കാം, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാം, മറ്റുള്ളവർക്ക് ആശ്വാസമായി ഞാൻ മാറും എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? തകർച്ചയിലായിരിക്കുന്നവരെ നമുക്ക് ബലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നാം ശിഷ്യന്മാരെ പോലെ കേൾക്കുവാൻ പഠിക്കേണ്ടതാണ്. കേൾക്കുന്നവന് മാത്രമേ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയൂ. ചിലർ ഞാൻ പറയുന്നത് മാത്രം കേൾക്കണമെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ വാക്കുകൾ ആകട്ടെ, മറ്റുള്ളവരുടെ ദുഃഖം ആകട്ടെ, അവരുടെ കഷ്ടത ആകട്ടെ, അതിനെക്കുറിച്ച് കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ ശ്രമിക്കാതെ അവർ തിരിഞ്ഞു പോകുന്ന എത്രയോ പേരുണ്ട്. നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറയപ്പെടാനിടയാകും, ദൈവത്തിൻ്റെ മനസ്സുള്ളവരായി മാറും. അപ്പോൾ തകർന്ന ആളുകളെ ബലപ്പെടുത്താൻ കഴിയും. ഈ ഭക്തൻ പറയുന്നു, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. രാവിലെ തോറും എന്നെ ഉണർത്തുന്നു. ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് എൻ്റെ ചെവിയെ ഉണർത്തുന്നു. നമുക്ക് ഒരുപാട് ബുദ്ധിയുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സംസാരിക്കുവാനും കഴിയും.
നമ്മുടെ നാവിനെ നമുക്ക് തോന്നിയതുപോലെയൊക്കെ പറയുവാൻ ഉപയോഗിച്ചിട്ട് ഈ കാലത്ത് എത്രയോ ആളുകൾ അഹങ്കാരവും പൊങ്ങച്ചവും ഗർവവുമൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനും വിമർശിക്കുവാനുമെല്ലാം നാവ് ഉപയോഗിച്ച് അനാവശ്യമായ വഴക്കുകളുണ്ടാക്കി, അതുപോലെ ദുഷ്ചിന്തകളാൽ ഹൃദയത്തെ നിറച്ച് മറ്റുള്ളവരോട് അങ്ങനെ തന്നെ പെരുമാറുന്ന അനേകം ആളുകളെ ഇന്ന് നാം കാണുന്നുണ്ടല്ലോ. സഭ്യമായ വാക്കുകൾ ഈ കാലത്ത് മനുഷ്യരുടെ ഇടയിൽ കാണുന്നില്ല. സ്നേഹവും വാത്സല്യവും ഒന്നും കാണുന്നതേയില്ല. സംസ്കാരം എന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കാരണം മനുഷ്യൻ സ്വാർത്ഥന്മാരായിരിക്കുകയാണ്. തൻ്റെ സ്വന്തം കാര്യം തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അല്ലാതെ ദൈവം എന്തു പറയുന്നു, ദൈവം തൻ്റെ വചനത്തിലൂടെ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. എല്ലാ ദിവസവും രാവിലെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും ദൈവമുമ്പാകെ ഇരുന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ട് സന്തോഷിക്കാം എന്ന് വിചാരിക്കുന്നവർ എത്ര ആളുകളുണ്ട്. ശിഷ്യന്മാർ കേൾക്കുന്നത് പോലെ എല്ലാ ദിവസവും ദൈവത്തെ കേൾക്കുവാൻ അവൻ എൻ്റെ കാതിനെ ഉണർത്തുന്നു. കേൾക്കണം എന്ന ആഗ്രഹം നമുക്കുണ്ടായിരിക്കുമ്പോൾ നമ്മുടെ സംസാരവും അനുഗ്രഹമായി തീരും. നാം കേൾക്കുവാൻ വേഗതയുള്ളവരും സംസാരിക്കുവാൻ താമസമുള്ളവരും ആയിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ടാണ് ദൈവം സംസാരിക്കുവാൻ ഒരു വായും കേൾക്കുവാൻ 2 ചെവികളും തന്നിരിക്കുന്നത്. എന്നാൽ ഈ ദിവസം അനേകരും ചിന്തിക്കാതെയാണ് സംസാരിക്കുന്നത്. കേൾക്കുവാൻ ക്ഷമയില്ലാത്തവരായി മാറിയിരിക്കുന്നു. കേൾക്കുവാൻ നിന്റെ ചെവിയെ ഉണർത്താം എന്ന് കർത്താവ് പറയുന്നു. സത്യമായും ഇത്രയും സമയം നിങ്ങൾ എൻ്റെ വചനം കേൾക്കുന്നു എങ്കിൽ അത് ദൈവം നിങ്ങളുടെ കാതുകളെ ഉണർത്തിയതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങൾ കേൾക്കാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുമായിരുന്നു. ശരിയല്ലേ? അതുകൊണ്ട് കേൾക്കൂ. ദൈവത്തിൻ്റെ വചനം കേട്ടാൽ നിങ്ങൾക്ക് വിശ്വാസം വളരും. ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് ആശ്വാസം നൽകും. നമുക്ക് ആശ്വാസം ലഭിച്ചാൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയും. നാം അനുഗ്രഹം പ്രാപിച്ചാൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ കഴിയും. എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നത്, അവൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ വചനം ധ്യാനിക്കുവാൻ നാം പഠിക്കുന്നത് നാം ശീലമാക്കുമ്പോൾ നാം ഭാഗ്യവാന്മാരാകും. സത്യത്തിൽ ഈ ലോകത്തിൽ അനേകം ആളുകൾ തളർന്നവരാകുന്നു, മുഷിഞ്ഞവരാകുന്നു, നിരാശയിലുള്ളവരാകുന്നു. തങ്ങൾ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും വെളിയിൽ വരുവാൻ കഴിയാതെ നിരാശയിൽപ്പെടുന്നു. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി മദ്യത്തിലും മയക്കുമരുന്നിലും അഭയം തേടുന്നു. അല്ലെങ്കിൽ ദുർപ്രവൃത്തികൾക്കും ദുശീലങ്ങൾക്കും അടിമയായി മാറുന്നു. ദൈവം വാക്കുകൾ കൊണ്ട് സംസാരിക്കാനുള്ള ആ ശക്തിയെ മനുഷ്യരയക്കുന്ന നമുക്കാണ് നൽകിയത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മുടെ നാവിൽ ജീവനും മരണവുമുണ്ട്. നമ്മുടെ നാക്കിൽ കൂടി ജീവൻ പകരാൻ കഴിയും, ജീവിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ മരണത്തെയും പകരുവാൻ കഴിയും, മരണത്തെ പുറപ്പെടുവിക്കാൻ കഴിയും. നമ്മുടെ സംസാരം കയ്പുള്ളതാണെങ്കിൽ, നമ്മുടെ സംസാരം വിരക്തിയുള്ളതാണെങ്കിൽ, നമ്മുടെ സംസാരം വെറുപ്പുള്ളതാണെങ്കിൽ, നമ്മുടെ വാക്കുകൾ നിന്ദിക്കുന്നതായ വാക്കുകളാണെങ്കിൽ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്ന വാക്കുകളാണെങ്കിൽ, നമ്മെ നാം തന്നെ നശിപ്പിക്കുകയാണ്, മറ്റുള്ളവരെയും നാം നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്നുള്ള കാര്യം മറക്കരുത്. എന്നാൽ നിന്റെ നാവ് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, ബൈബിളിലൊരു ദൈവദാസനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനിടയായപ്പോൾ, വിശുദ്ധി അറിയുവാനിടയായപ്പോൾ തൻ്റെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട്, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരമുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നുവെന്ന് നിലവിളിച്ചു. അതെ, നാം ശുദ്ധിയില്ലാത്ത മനുഷ്യരുടെ അടുക്കൽ വസിക്കുമ്പോൾ നാം കേൾക്കുന്നതാണല്ലോ നാം സംസാരിക്കുവാനിടയാകുന്നത്. ചീത്ത വിളിക്കുന്ന ആളുകളുടെ കൂടെ നീ വസിച്ചാൽ നീ അറിയാതെ തന്നെ ചീത്ത വാക്കുകൾ നിന്റെ നാവിൽ വരാനിടയാകും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവരുടെ അരികിൽ നുണ പറയുന്ന ആളുകളുടെ നടുവിൽ, അതുപോലെ ആവശ്യമില്ലാതെ വാദപ്രതിവാദം നടത്തുന്ന ആളുകളുടെ കൂടെ നീ ആയിരിക്കുമ്പോൾ നീയും അറിയാതെ തന്നെ അങ്ങനെ പെരുമാറുവാൻ ഇടയാകും. നാം അറിയാതെ തന്നെ പരിഹാസികളുടെ കൂടെ നാം ഇരിക്കുന്ന സമയത്ത്, ദുഷ്ടന്മാരുടെ കൂടെ നാം വസിക്കുന്ന സമയത്ത് അതിൻ്റെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയാകും. എന്നാൽ നീ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ, ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിച്ചാൽ, നിന്റെ വാക്കുകൾ ശ്രേഷ്ഠമാകും. നിന്റെ വാക്കുകളിൽ സ്നേഹമുണ്ടാകും. കേൾക്കുന്നുണ്ടോ? ഈ ദിവസം മുതൽ എൻ്റെ സംസാരം മറ്റുള്ളവർക്ക് എന്തെങ്കിലും അനുഗ്രഹമായി തീരുന്നുണ്ടോ? എൻ്റെ വാക്കുകളിൽ കൂടി മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകുന്നുണ്ടോ? ആർക്കെങ്കിലും ആശ്വാസം കിട്ടുന്നുണ്ടോ എന്ന് ചിന്തിച്ച് സംസാരിക്കുക.
വേദപുസ്തകം പറയുന്നു, ജ്ഞാനത്തോടുകൂടി സംസാരിക്കുക എന്ന്. തിങ്ക് ട്വൈസ് ബിഫോർ യു സ്പീക്ക് എന്ന് പറയാറുണ്ടല്ലോ. നാം ആലോചിക്കാതെ തന്നെ സംസാരിക്കുന്നു. ഒരു മനുഷ്യൻ സാധാരണയായി ഒരു ദിവസം 25,000 വാക്കുകൾ സംസാരിക്കുമെന്നാണ്. എന്നാൽ ഒരു മനുഷ്യൻ ഒരു ദിവസം 10,000 കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കൂ എന്നാണ്. അതിൻ്റെ അർത്ഥം അനേക വാക്കുകൾ നാം ചിന്തിക്കാതെ തന്നെയാണ് സംസാരിക്കാറുള്ളതെന്ന്. നമ്മുടെ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളെപ്പോലെ ആയിരിക്കണമെങ്കിൽ, കർത്താവെ, കേൾക്കുവാൻ എൻ്റെ കാതുകളെ നീ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിച്ച് അവൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ്റെ വചനം ധ്യാനിക്കുകയും നാം ചെയ്യേണ്ടതാകുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും സദൃശ്യവാക്യങ്ങൾ വായിച്ചിട്ടുണ്ടോ? 31 അധ്യായങ്ങൾ ഉള്ള സദൃശ്യവാക്യങ്ങളിൽ നമ്മുടെ സംസാരം എങ്ങനെയായിരിക്കണമെന്നും നമ്മുടെ വാക്കുകൾ എങ്ങനെ ആയിരിക്കരുത് എന്നും പറയുന്നതായ ഒരുപാട് വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദൈവം കൊടുത്തതായ ജ്ഞാനത്തിൽ കൂടി, കൊടുത്ത അറിവിൽ കൂടി ശലോമോൻ എഴുതിയിരിക്കുന്നതായ ഈ 31 അധ്യായങ്ങൾ വായിക്കുവാൻ ആരംഭിക്കുക. ഒരു ദിവസം ഒരധ്യായം വായിക്കുക. 31 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചു തീർക്കാൻ കഴിയും. നാം അറിയാതെ തന്നെ ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കി സദൃശവാക്യങ്ങളിലൂടെ നമുക്ക് ജ്ഞാനം നേടുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വചനങ്ങൾ വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 11-ാം വാക്യം. നീതിമാന്റെ വായ് ജീവന്റെ ഉറവാകുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായെ സാഹസം മൂടുന്നു. നീതിമാന്റെ വായ് ജീവന്റെ ഉറവയാണ്. ഒരു ഉറവയിൽ നിന്ന് വരുന്ന ശുദ്ധമായ ജലം ഒരു വ്യക്തിക്കുള്ള ദാഹം എങ്ങനെയാണോ മാറ്റിക്കൊടുക്കുന്നത്, അതുപോലെ നീതിമാന്റെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസം ലഭിക്കുവാൻ ഇടയാകുന്നു, സമാധാനമുണ്ടാകുന്നു. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട എല്ലാ ദൈവമക്കളുടെയും വായ ഇതുപോലെ ജീവന്റെ ഉറവയായി തീരുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. അതുപോലെ 12-ാം അധ്യായം 25-ാം വാക്യം നോക്കിയാൽ, മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സ് ഇടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുള്ളതായ ദുഃഖം അവന്റെ മനസ്സിടിയുവാൻ കാരണമാകുന്നു. അതുതന്നെയാണ് നാം മുമ്പും സംസാരിച്ചത്. നിരാശപ്പെട്ടു പോകുന്ന അനേകരുണ്ട്. വിഷാദത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ, ദുഃഖത്തിൽ അകപ്പെട്ടിരിക്കുന്ന അനേകം ആളുകളുണ്ട്. നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ആവശ്യമുള്ളത് ശാസന അല്ല, അവരെ കുറ്റം പറയുന്നതല്ല, അവർക്കുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നതല്ല, കരുണയോടുള്ളതായ വാക്ക് അങ്ങനെയുള്ളവരെ സന്തോഷിപ്പിക്കാനിടയാക്കും. നിനക്ക് ഒരു സഹായവും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരുടെ മനസ്സിന്റെ വിഷമം മനസ്സിലാക്കിയിട്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തോളിൽ തട്ടിക്കൊണ്ട് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു ചെറിയ വാക്ക്, കർത്താവുണ്ട് എന്ന് പറഞ്ഞാശ്വസിപ്പിക്കുന്ന ഒരു വാക്ക്, ദൈവം നിന്നെ സഹായിക്കും എന്നുള്ള പോസിറ്റീവ് ചിന്തയോട് കൂടിയ ഒരു വാക്ക് പറയാൻ കഴിഞ്ഞാൽ അവൻ്റെ വിഷാദം കുറയുവാനിടയാകും. ഒരു രോഗിയായിരിക്കുന്ന വ്യക്തി ഡോക്ടറിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവനെ പരിശോധിച്ചു നോക്കിയിട്ട് നിന്റെ സ്ഥിതി വളരെ ഗുരുതരമാണ്, ഉടൻ തന്നെ മരിച്ചു പോകും എന്ന് പറയുകയാണെങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിത്തീരും? എന്നാൽ സാരമില്ല, ഇതിന് മരുന്നുണ്ട്, സുഖമായി തീരാൻ ഇടയാകും, പേടിക്കേണ്ട കാര്യമില്ല എന്ന് പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ അവൻ്റെ പകുതി അസുഖം ഭേദമാകുവാൻ ഇടയാകും. അതെ, ഈ കാലത്ത് കാരുണ്യത്തിൻ്റെ വാക്കുകൾ പറയുന്നവരെയാണ് വേണ്ടത്, ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നവരാണ് വേണ്ടത്. നിന്റെ വാക്കുകൾ എങ്ങനെയുള്ളതാണ്? നിങ്ങൾ തന്നെ നിങ്ങളുടെ സംസാരങ്ങൾ ഒരു ദിവസം റെക്കോർഡ് ചെയ്തിട്ട് അത് കേട്ടു നോക്കൂ. അതിൽ പ്രയോജനകരമായിരിക്കുന്ന എത്ര വാക്കുകൾ ഉണ്ട്, എത്ര വാക്കുകൾ ആശ്വാസം കൊടുക്കുന്നതുണ്ട്, എത്ര വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിട്ട് ഉണ്ട്. നിങ്ങൾ തന്നെ ശ്രദ്ധിക്കൂ. മറ്റൊരു വാക്യം നോക്കാം. സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായം 18-ാം വാക്യം. വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവർ ഉണ്ട്, ജ്ഞാനികളുടെ നാവോ സുഖപ്രദം. വാളുകൊണ്ട് കുത്തുന്നത് പോലെ സംസാരിക്കുന്നവർ ഉണ്ട്. കത്തികൊണ്ട് കുത്തിയാൽ ഒരുപക്ഷെ സഹിക്കാം, എന്നാൽ അവർ സംസാരിക്കുന്ന കഠിനമായ വാക്കുകൾ, നീചമായ വാക്കുകൾ, ആ നിന്ദയും പരിഹാസവും സഹിക്കുവാൻ പറ്റാത്ത രീതിയിൽ ആകാറുണ്ട്. നിന്റെ വാക്കുകളിൽ അത്ര കാഠിന്യം എങ്ങനെയാണ് വന്നത്? ആ ക്രൂരത നിന്റെ മേൽ എന്തുകൊണ്ട് നീ പ്രയോഗിക്കുന്നില്ല? നീ ചെയ്ത അതേ തെറ്റ് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവരോട് എത്ര ക്രൂരമായി നീ പെരുമാറുന്നു. എന്നാൽ നിന്റെ കാര്യം വരുമ്പോൾ അത് ശ്രദ്ധിക്കുന്നതും ഇല്ല. നിന്റെ സ്ഥിതി നീ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരുടെ അവസ്ഥയെയും നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരുപാട് ചീത്ത വാക്കുകൾ സംസാരിക്കുന്നവരാണ് ഇന്ന് അനേകം ആളുകൾ. നല്ല സംസ്കാരത്തോടു കൂടിയതായ നമ്മുടെ മലയാളം ഭാഷയിൽ എത്രയോ നല്ല പദങ്ങളുണ്ട്,
എത്രയോ നല്ല ഭാഷ നമുക്കുണ്ട്. എന്നാൽ ഇന്ന് അനേകം ആളുകളും വലിപ്പച്ചെറുപ്പമില്ലാതെ ചീത്ത വിളിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചീത്ത പറയാറുണ്ടോ? ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്, സ്തോത്രമത്രേ വേണ്ടതു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവേ, എന്റെ നാവിനെ ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് പറയുക. നിങ്ങൾക്ക് ദൈവം നാവ് തന്നത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനല്ല, മുറിവ് കെട്ടുവാനാണ്. വചനം പറയുന്നു, ജ്ഞാനികളുടെ വായ് സുഖപ്രദം ആകുന്നു. നിങ്ങളുടെ വാക്കുകളിൽ കൂടി ഒരാളുടെ വേദനയെ ശമിപ്പിക്കാൻ കഴിയും. ദുഃഖത്തിൽ ആയിരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുവാൻ കഴിയും. ഒരു ഔഷധം എന്നതുപോലെ നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്നു. പലവിധമായ വേദനകളാൽ, മാനസികവും ശാരീരികവുമായ വേദനകളാൽ, അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ തകർന്നിരിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിരിക്കുന്നത് കാരുണ്യമുള്ള വാക്കുകളാണ്. നീ ജ്ഞാനമുള്ള വ്യക്തിയാണെങ്കിൽ നിന്റെ വാക്കുകൾ ആരോഗ്യം ഉണ്ടാക്കാനിടയാക്കുന്നു, സ്വസ്ഥത കൊടുക്കുന്നു. നമ്മുടെ നാവിൽ ജീവനും മരണവുമുണ്ട്. കുത്തുവാക്കുകൾ പറയാൻ വേണ്ടിയാണോ നിങ്ങൾ നിങ്ങളുടെ വായ ഉപയോഗിക്കുന്നത്? അതോ നിങ്ങളുടെ വായ തുറന്ന് സംസാരിക്കുമ്പോൾ അത് ഒരു ജീവന്റെ ഉറവ എന്നതുപോലെ മറ്റുള്ളവർക്ക് വേദനകളെ മാറ്റുന്ന, ആശ്വാസം കൊടുക്കുന്നതായ രീതിയിൽ ആയിരിക്കുന്നുവോ? കർത്താവേ, നിന്റെ വചനം കേൾക്കുന്നതിനായി, എന്റെ വാക്കുകൾ നിന്റെ വാക്കുകളെ പോലെ മാറ്റുന്നതിനായി എന്നെ സഹായിക്കണമെന്ന് നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നിന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ സംസാരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്താൽ നിന്റെ ഹൃദയം നിറച്ചാൽ നിന്റെ വാക്കുകളിൽ കൂടി ആ വചനം വരാനിടയാകും. അത് മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കാനിടയാകും, സ്വസ്ഥത കൊടുക്കാനിടയാകും, സന്തോഷവും കൊടുക്കും. സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായം 26-ാം വാക്യം വായിക്കുന്നു, ദുരുപായങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, ദയാവാക്കോ നിർമ്മലം. അതുപോലെ സദൃശ്യവാക്യങ്ങൾ 25-11 തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊൻ നാരങ്ങ പോലെ എന്നാണ്. സംയോജിതമായി സംസാരിക്കുന്ന വാക്കുകൾ വെള്ളിത്താലത്തിൽ വച്ചിരിക്കുന്നതായ പൊൻ നാരങ്ങ പോലെയാണെന്ന്. അതുകൊണ്ട് സംയോജിതമായിട്ട് സംസാരിക്കുവാൻ നാം പഠിക്കേണ്ടതാണ്. ഈ വാക്ക് ഇപ്പോൾ പറയണമോ? ഇതിപ്പോൾ പറയുന്നത് ആവശ്യമാകുന്നോ? ഏതു സന്ദർഭത്തിൽ എങ്ങനെ സംസാരിക്കണം, ആരോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ മനസ്സിലാക്കി സംയോജിതമായി സംസാരിക്കാനുള്ള ജ്ഞാനം ദൈവം നമുക്ക് നൽകും. എന്ന് പറയാം, കർത്താവേ, എൻ്റെ വാക്കിനെ ശുദ്ധീകരിക്കണമേ. നിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ആശ്വാസം പ്രാപിക്കാൻ ഇടയാകണം. ദുഃഖിച്ചിരിക്കുന്ന ഞാൻ ആശ്വാസം പ്രാപിക്കുന്നതിനായി, നീ നൽകുന്ന അനുഭവങ്ങൾ കൊണ്ട് നിരാശയിലുള്ളവരെ ബലപ്പെടുത്തുന്നതിനായി, വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുവാനും സമയോചിതമായി സംസാരിക്കാനുള്ള കൃപയും അത് നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി തീരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ സമയത്ത് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ ജീവനുള്ളതായ വചനങ്ങൾ ഞങ്ങൾ കേട്ട്, നിന്റെ വിശുദ്ധ വചനത്തിലെ വചനങ്ങൾ ഞങ്ങൾ ധ്യാനിച്ച്, ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കുന്നതിനു വേണ്ടിയും തക്ക സമയത്ത് നല്ല വാക്കുകൾ സംസാരിക്കുന്നതിനായി ഞങ്ങളുടെ നാവുകളെ ആശ്വാസം കൊടുക്കുന്ന നാവുകളായിട്ട് മാറ്റുന്നതിനു വേണ്ടി നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നീ നിറയ്ക്കണമേ. നിന്റെ വചനം കേൾക്കുന്ന സമയത്ത് ഞങ്ങൾ തന്നെ ആശ്വാസം പ്രാപിച്ച്, ഞങ്ങൾ ബലപ്പെട്ട് ആ വചനം കൊണ്ട് നിരാശയിൽ അകപ്പെട്ടവരെ, വീണുപോയവരെ ബലപ്പെടുത്തുന്നതിനായിട്ട് നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഏതു കുടുംബത്തിലാണോ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കലഹമുണ്ടാക്കി ചീത്ത വിളിച്ചുകൊണ്ട് ഒരാളെ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അയച്ചുകൊണ്ട് അവരെ ആശ്വാസത്തിന്റെ നാവുള്ളവരാക്കി മാറ്റണമേ. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അധികമായുള്ള വാക്കുകൾ ദോഷമുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കി നാവിനെ അടക്കുവാൻ കഴിയുന്നതായ, നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭക്തിയെ കാത്തുരക്ഷിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന്, ഞങ്ങൾ സംസാരിക്കുന്ന എല്ലാ വാക്കുകൾക്കും നിന്നോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നും, തന്മൂലം ഞങ്ങളുടെ നാവുകൊണ്ട് കളിവാക്കോ പൊട്ടച്ചൊല്ലോ ചീത്തത്തരമോ മറ്റുള്ളവരെ വിമർശിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ ഉപയോഗിക്കാതെ നന്മ കൊടുക്കുന്നതായ, ആശ്വാസം കൊടുക്കുന്നതായ, നിരാശയിലുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്ന,
തക്ക സമയത്ത് നല്ല വാക്കുകൾ സംസാരിക്കുവാൻ ഞങ്ങളുടെ നാവിനെ നിന്റെ അഗ്നിയാൽ ശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് നിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നവരായി മാറാതെ, മറ്റുള്ളവർക്ക് നാശം ഉണ്ടാക്കുന്നവരായി മാറാതെ, ഞങ്ങളുടെ വാക്കുകളിൽ കൂടി മറ്റുള്ളവർ ആശ്വാസം പ്രാപിക്കേണ്ടതിന്, ബലം പ്രാപിക്കേണ്ടതിന്, സന്തോഷം പ്രാപിക്കേണ്ടതിന് സ്നേഹം കൊടുക്കുന്നവരായി ഞങ്ങൾ തീരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാക്കുകളെ നമുക്ക് നന്നാക്കാം, നമ്മുടെ ജീവിതം നമുക്ക് നേരെയാക്കിയെടുക്കാം. മറ്റുള്ളവർ എന്നെ ആശ്വസിപ്പിക്കണം, മറ്റുള്ളവർ എന്നെ ബലപ്പെടുത്തണമെന്ന ചിന്ത മാറ്റി ഞാൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം, മറ്റുള്ളവരെ ബലപ്പെടുത്തണമെന്ന് ചിന്തിച്ച് എൻ്റെ യേശുവിൻ്റെ വചനത്താൽ എൻ്റെ ഹൃദയം നിറച്ചുകൊണ്ട് അവൻ്റെ സാക്ഷിയായി ജീവിക്കാം എന്നുള്ളൊരു തീരുമാനം എടുക്കുക. ദിവസവും സദൃശവാക്യങ്ങൾ ഒരധ്യായമെങ്കിലും വായിക്കാൻ നോക്കൂ. ദൈവത്തിൻ്റെ വചനത്തെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഓരോ ദിവസവും നിങ്ങൾ 3 അധ്യായം അല്ലെങ്കിൽ 4 അധ്യായം വെച്ച് വായിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഈ വേദപുസ്തകം വായിച്ച് തീർക്കുവാൻ കഴിയും. ഇന്ന് ദൈവം നിങ്ങളെ ആശ്വസിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ആ വിഷയം ഞങ്ങളെ അറിയിക്കുക. ഫോൺ ചെയ്യുക, SMS അയയ്ക്കുക, വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക, ഇമെയിൽ അയയ്ക്കുക. നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ എപ്പോഴും ഒരുക്കമായിരിക്കുന്നു. എല്ലാ ദിവസവും ഈ പരിപാടിയിൽ കൂടി കേൾക്കുന്നതായ ദൈവവചനങ്ങൾ നിങ്ങൾ കേൾക്കൂ. കൂടുതൽ ദാഹത്തോടുകൂടി വചനദാഹമുള്ളവരായി വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ വായിക്കൂ. അപ്പോൾ എല്ലാ വിഷയങ്ങളിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹീതമായ ശുശ്രൂഷയെ നിങ്ങൾ ഭാഗവാക്കാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംഭാവനയും സഹായവും അയച്ചു തന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ പ്രോത്സാഹിപ്പിക്കുക. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അനേക ചാനലുകളിൽ, അനേക ഭാഷകളിൽ ദൈവത്തിൻ്റെ വചനം സംപ്രേഷണം ചെയ്യുന്നു. അവൻ്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ ഞങ്ങളായിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ എപ്പോഴും ഒരുക്കത്തോടെ ആയിരിക്കുന്നു. നിങ്ങളും പ്രാർത്ഥനയോടെ ആയിരിക്കുക. നിങ്ങൾ അവിടെയും ഞങ്ങൾ ഇവിടെയും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മറുപടി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. നിരാശയിലായിരിക്കുന്നുവോ, തകർച്ചയിലായിരിക്കുന്നുവോ, വിഷാദത്തിൽ ആയിരിക്കുന്നുവോ, എനിക്ക് ഇനിയും ഒന്നും നേടുവാൻ കഴിഞ്ഞിട്ടില്ല, മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല എന്ന വിഷമത്തോടെ ആയിരിക്കുന്നുവോ, ദുഃഖിക്കേണ്ട. തക്ക സമയത്ത് കർത്താവ് സകലതും നന്മയ്ക്കായി ചെയ്യും. നിങ്ങൾ ചോദിക്കുക, അപേക്ഷിച്ചാൽ നൽകാമെന്ന് പറഞ്ഞ കർത്താവ് കള്ളം പറയുന്നവനല്ല. വിശ്വസിക്കുന്നവന് സകലതും സാധ്യമെന്നാണ് വചനം പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്നതിലും അധികം നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം എന്തു തന്നെ ചോദിച്ചാലും അത് നമുക്ക് ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ചോദിക്കുക. അത്ഭുത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാം. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ഫോൺ ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വീരന്മാർ ഒരുങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇമെയിൽ കൂടിയും SMS കൂടിയും നിങ്ങളുടെ പ്രാർത്ഥനാ വിവരങ്ങൾ അറിയിക്കാൻ കഴിയും. കർത്താവിന്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ